ഹായ് ഫ്രണ്ട്സ്, ഹസിസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് കോൺഫ്ലവർ ഹൽവയാണ്. അതിനായിട്ട് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് കോൺഫ്ലവർ, പഞ്ചസാര 3/4 കപ്പ്, നെയ്യ് 2 ടേബിൾ സ്പൂൺ, വെള്ളം 2 കപ്പ്, ഏലക്കപ്പൊടി 1/4 ടീസ്പൂൺ, വാട്ടർമെലൺ സീഡ് 2 ടീസ്പൂൺ, കാഷ്യൂ നട്ട് 3 ടീസ്പൂൺ. പിന്നെ ഞാൻ ഫുഡ് കളറാണ് എടുത്തിരിക്കുന്നത്, ഒരു നുള്ള്. ഞാൻ ഹൽവ ചെയ്യുന്നത് മൈക്രോവേവിലാണ്, അതുകൊണ്ട് മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കോൺഫ്ലവർ 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര 3/4 കപ്പും കൂടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫുഡ് കളറാണ് ഞാൻ ചേർത്തെടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു നുള്ള് ഫുഡ് കളർ ചേർത്തെടുക്കുക. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ചെയ്തെടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട്. ഓവന് ഹൈ പവറിൽ 2 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റായി ഞാൻ ഹൽവ പുറത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിത് ഒന്നും കൂടി ഓവനിൽ വെക്കണം. ടോട്ടൽ 10 മിനിറ്റാണ് വെക്കേണ്ടത്. ഓരോ 2 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് പുറത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 6 മിനിറ്റിന് ശേഷം ഞാൻ പുറത്തെടുത്തു. കുറച്ചൊന്ന് തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്നുകൂടി നമുക്ക് ഓവനിലേക്ക് വെച്ചിട്ട് ഹൈ പവറിൽ 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 8 മിനിറ്റായി ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് വറുത്തിട്ടുണ്ട് കാഷ്യൂ നട്ട്സ്, അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വാട്ടർമെലൺ സീഡ്സ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിലുള്ളതിനോട് ഞാൻ എടുക്കുന്നേ ഉള്ളൂ. ഇതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കാഷ്യൂ നട്ട്സും വാട്ടർമെലൺ സീഡ്സും ഒക്കെ. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റ് കംപ്ലീറ്റ് ആയി. ഞങ്ങൾ ഹൽവ പുറത്തെടുത്തു. ഒരു നെയ്യ് തടവിയ പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടിയും അണ്ടിപ്പരിപ്പും വാട്ടർമെലൺ സീഡ്സും കൂടിയും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ ഹൽവ. അത് 10 മിനിറ്റ് മാത്രമേ നമുക്ക് എടുക്കുന്നുള്ളൂ. വാട്ടർമെലൺ സീഡ്സും കൂടി ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രസ് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി തണുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അത് നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പം ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.